ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്നൊരു പുതുമയായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമായിരിക്കും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സംഭവം. ഇതൊരു പൊട്ടുന്ന തോക്കുന്നല്ല. നമ്മളിത് ഷോപ്പീസ് വിൽക്കേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ആക്രി സാധനങ്ങൾ, വേസ്റ്റ് വന്നിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കെച്ച്. ഇത് നോക്കി വേണം നമുക്ക് ഈ തോക്കുണ്ടാക്കാം. 2.5 18 kg പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെൽഡ് ചെയ്ത് ഇതിനോട് ചേർക്കണം. ശേഷം ഇതിൽ കാണുന്ന പോലെ നമ്മുടെ സൈഡ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മളത് കട്ട് ചെയ്ത് നല്ല ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഗ്രൈൻഡ് ചെയ്യുന്നതാണ് നല്ലത്. 1.5 സ്ക്വയർ പൈപ്പ് എടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ നമ്മൾ വളച്ചെടുക്കണം. ശേഷം അത് മൊത്തമായിട്ട് വെൽഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ നേരത്തെ ചെയ്ത 2.5 പൈപ്പിനോട് ചേർത്ത് വെച്ചിട്ട് വെൽഡ് ചെയ്യുക. ഇപ്പോൾ സാധനം നമ്മൾ അടിപൊളിയായിട്ട് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഈ കഷ്ണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അടുത്തത് 1.25 പൈപ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുഴൽ വരുന്നത് ഈ 1.25 പൈപ്പിൻ്റെ മേലാണ്. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്തെടുക്കുക. ഇതിൽ കാണും പോലെ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഒരു ചെറിയ ഹോൾ അടിച്ചിട്ട് അതിൽ നട്ട് ബോൾട്ട് എടുത്തിട്ട് വെൽഡ് ചെയ്ത് ചേർക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തോക്കിൻ്റെ കുഴലിൻ്റെ പണി നോക്കാം. 3/4 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും ചേർത്ത് വെൽഡ് ചെയ്യാം. വെൽഡ് ചെയ്യാൻ ഗ്ലാസ് വെച്ചിട്ടില്ല പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് മര്യാദയ്ക്ക് വെൽഡ് ചെയ്യുമ്പോൾ വെൽഡിങ് ഗ്ലാസ് വെക്കണം. അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കണം. അതിൻ്റെ 2 ഭാഗത്തും നല്ല വെൽഡ് ചെയ്യണം. സംഗതി അത്യാവശ്യം മജയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇതൊന്ന് അസംബിൾ ചെയ്താൽ സംഭവം ഓക്കെ. അസംബിൾ ചെയ്താണ് കാണുന്നത്. റൗണ്ട് കമ്പി വളയ്ക്കുക, ഇതുപോലെ വെക്കുക, വെൽഡ് ചെയ്യുക. അതിൻ്റെ നടുക്കൊന്ന് ചെറിയൊന്ന് വെക്കുക, വെൽഡ് ചെയ്യുക. ഒരു കഷ്ണം പട്ട എടുക്കുക, ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഷീൽഡ് ഉപയോഗിക്കണം, ഗ്ലൗ ഉപയോഗിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി കോയിലിൻ്റെ മുകളിൽ വെച്ച് വെൽഡ് ചെയ്യണം. അപ്പം വെൽഡ് ചെയ്ത് ശ്രദ്ധിച്ചോ, ഈ ഗ്ലാസ് നട്ടില്ലെങ്കിൽ അത് പണി കിട്ടും. വാങ്ങലുണ്ടാവില്ല. നെക്സ്റ്റ് പെയിൻറ്റിംഗ് ആണ്. അപ്പോക്സി ഗ്രേ ആണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് സൂപ്പർ ടാക്കിൻ്റെ ബോഡി ഫിൽറ്റർ വാങ്ങുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. വാട്ടർ പേപ്പർ വെച്ചിട്ട് വരച്ച് ഫിനിഷ് ആക്കുക.
മാറ്റ് ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് വാങ്ങിയിട്ട് നമ്മൾ കുഴലിനും മറ്റേ ഭാഗത്ത് മഹാഗണീൻ്റെ പെയിൻറ്റും അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു ബ്ലാക്ക് വെച്ചിട്ട് ഒരു മരത്തിൻ്റെ ഷെയ്ഡ് പോലെ ചെയ്തെടുക്കും. ഇത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്, എന്നാലും ഒരു ടൈം എടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവം. ഞാൻ ഇങ്ങനത്തെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുള്ള ഒരാളെന്നല്ല, ഇങ്ങനത്തെ ഈ കാര്യത്തിനൊക്കെ വേണ്ടി നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അപ്പം നമ്മളെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഗ്ലൈസിങ്ങിൽ എന്തെങ്കിലും സീക്കോ കാര്യങ്ങളോ അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ഗ്ലൈസ് ആവും. എന്നിട്ട് നമുക്ക് ആ ബെൽറ്റിൻ്റെ ഒരു ഹുക്ക് കൂടി നമുക്ക് അതിലേക്ക് റിവേറ്റ് അടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹുക്ക് റെഡിയായി. അപ്പോൾ നമ്മൾ ഡബിൾ ബാരലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.